The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. नमस्ते प्यारे बच्चों, कैसे हो आप लोग? कैसा गया ओणम सेलिब्रेशन? എൻജോയ് किया आप लोगों ने? हाँ, പൂക്കളെല്ലാം ഇട്ടുവോ? അമ്മയെല്ലാം പായസം ഉണ്ടാക്കിയോ? അടിച്ചു പൊളിച്ചു അല്ലേ? सो हम लोगों के स्कूल में जो हम लोग करते थे ഓണം സെലിബ്രേഷൻ नहीं कर पाए അല്ലേ? മിസ് ചെയ്തില്ലേ? പക്ഷെ പല കുട്ടികളും അവരെ വീട്ടിലിട്ട പൂക്കളം, അവരെ വീട്ടിലിട്ട അവരെന്തൊക്കെ അവർ സദ്യ കഴിച്ചതും പല ഫോട്ടോസും ടീച്ചേഴ്സിന് അയച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രസമുണ്ട്. ടീച്ചേഴ്സ് എല്ലാം, നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സ് എല്ലാം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഇയർ നമുക്ക് ഇനി നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കാം അല്ലേ? നമ്മൾ ടീച്ചർ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സുഖ് ദുഃഖ്, सुख के बाद दुख है और दुख के बाद सुख है. तो अभी हम लोगों को दुख का टाइम है ना, तो हमको थोड़े दिनों के बाद सुख आएगा और हम लोग वापस स्कूल में आके सेलिब्रेशन सब करेंगे. ओके, सो अभी ओणम खत्म हो गया, फिर भी मेरी तरफ से आप सबको बहुत अच्छी शुभकामनाएं ओणम की. ओके, यस. सो पिछला जो चैप्टर्स था आपको अच्छा लगा? ന്യൂ സ്റ്റുഡൻസ് സ്കൂളെല്ലാം കണ്ടുവോ? ഇഷ്ടമായോ നിങ്ങൾക്ക്? എല്ലാവർക്കും ഇഷ്ടമായില്ലേ സ്കൂള്? ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈം ടീച്ചർ എടുത്ത ലെസന്റെ ഒന്ന് റീക്യാപ്പ് നോക്കാം. അപ്പോൾ ഒരു ന്യൂ സ്റ്റുഡന്റ് ഉണ്ട്, ആ കുട്ടി ഇൻട്രസ്റ്റിംഗ് പറഞ്ഞു, ഞാൻ ചെയ്യട്ടെ ടീച്ചർ പറഞ്ഞു. അപ്പോൾ അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ വോളണ്ടിയറി എൻ്റെ അടുത്ത് പറയൂ, ടീച്ചർ എനിക്ക് ഇതുപോലെ വീഡിയോ എടുക്കണം പറഞ്ഞാൽ ടീച്ചർക്ക് സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ഹാഷിമിന്റെ നമുക്ക് വീഡിയോ കാണാം. हाय मेरे प्रिय दोस्तों, सबको मेरा नमस्कार. मेरा नाम मोहम्मद हाशिम है. मैं आप लोगों का नया दोस्त है. मैं हमारा सुख दुख कविता का कुछ सारांश बताना चाहता हूँ. ये कविता से कवि श्री सुमित्रान पंत हमको सुख दुख की याद देता है, क्योंकि पिछले साल हम लोग हमारा विद्यालय में जाके पढ़ाई किया था, दोस्तों मिलके खेलता था. उस समय हम बहुत खुशी था, लेकिन अभी हमको कहाँ भी जा नहीं सकता. ये हमारे सबसे बड़ा दुख है. कोरोना से तेरा मुसीबत बन गया, कोई बात नहीं, हमारा सुख दिन आएगा. कवि ये सोचने की सुख दुख का बारे में हमको ये कविता से संजय दिया, लेकिन ये दुनिया हमको दिन रात जैसे सुख दुख देता है. हमको मतलब हमारा जिंदगी में ज़्यादा सुख और ज़्यादा दुख से कभी ना कभी नाराज ना होना चाहिए. ये सोचना चाहता हूँ, हम ये बोलना भी चाहता हूँ. ओके मेरा दोस्तों, धन्यवाद. താങ്ക് യു ഹാഷിം. ഹാഷിം പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായില്ലേ? സുഖ് ദുഃഖ് കവിത. അപ്പൊ നന്നായിട്ട് പഠിക്കുക. ടീച്ചർ അയച്ച നോട്ട്സ് എല്ലാവർക്കും കിട്ടിയല്ലോ. കുറെ കുട്ടികൾ നോട്ട്സ് എല്ലാം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു, അവരെ ഫയലിലെല്ലാം കംപ്ലീറ്റ് ആക്കി. വെരി ഗുഡ്. സോ ആജ് ഹം ലോഗ് നയാ ചാപ്റ്റർ शुरू करने वाले हैं. അപ്പൊ നമുക്ക് തുടങ്ങാം ന്യൂ ചാപ്റ്റർ. യെസ്, പിതാ കാ പ്രായശ്ചിത്. ക്യാ ഹെ? പിതാ കാ പ്രായശ്ചിത്. ഇതിന്റെ അർത്ഥം എന്താണ്? അച്ഛന്റെ പ്രായശ്ചിതം. प्रायश्चित को मलयालम में प्रायश्चितम ही बोलते हैं ना, पिता का प्रायश्चित. ये लिखा है अरुण गांधी ने. ഈ അരുൺ ഗാന്ധി ആരാണ് അറിയോ നിങ്ങൾക്ക്? അരുൺ ഗാന്ധി മഹാത്മാഗാന്ധിയുടെ പേരക്കുട്ടിയാണ്. ഹിന്ദിയിലെ പേരക്കുട്ടീനെ എന്താ പറയാ? പോത്ത. ക്യാ ബോൾത്തെ ഹെ? പോത്ത. അപ്പോ മഹാത്മാഗാന്ധി കാ പോത്ത കോൺ ഹെ? അരുൺ ഗാന്ധി. അരുൺ ഗാന്ധിയുടെ അച്ഛൻ ആരാണ്? മണിലാൽ ഗാന്ധി. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ മകനാണ് മണിലാൽ ഗാന്ധി, ആൻഡ് മണിലാൽ ഗാന്ധിയുടെ മകനാണ് അരുൺ ഗാന്ധി. सबको समझ में आ गया? तो ये चैप्टर एक्चुअली इंग्लिश में है. അതിന് അനുവാദ് ചെയ്തിരിക്കുന്നത് ആരാണ്? അരവിന്ദ് ഗുപ്ത. അനുവാദ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് അരവിന്ദ് ഗുപ്തയാണ്. അപ്പൊ ഇതൊരു സംസ്മരൺ ആണ്. വാട്ട് ഈസ് സംസ്മരൺ? ഓർമ്മക്കുറിപ്പ്. ഓർമ്മകൾ, നമ്മുടെ ലൈഫിൽ പല ഇൻസിഡന്റ് നടന്നിട്ട് അതിനെ എഴുതുന്നതാണ് സംസ്മരൺ, ഓർമ്മക്കുറിപ്പ്. അപ്പോൾ അരുൺ ഗാന്ധി ഓർമ്മക്കുറിപ്പായിട്ട് എഴുതുന്ന ചാപ്റ്ററാണ് പിതാ കാ പ്രായശ്ചിത്.
എങ്ങനെ അരുൺ ഗാന്ധിയുടെ അച്ഛൻ പ്രായശ്ചിതം, മകൻ ചെയ്ത തെറ്റിന് പ്രായശ്ചിതം ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്കറിയാലോ ഗാന്ധിജി എന്നും അഹിംസയെ പറ്റിയിട്ട് പറഞ്ഞിരിക്കണം. അപ്പോൾ നാച്ചുറലി ഗാന്ധിജിയുടെ മകനും ആ ക്വാളിറ്റീസ് ഉണ്ടാകുമല്ലോ. അപ്പൊ എങ്ങനെ അഹിംസയുടെ മാർഗത്തില് മകന്റെ സ്വഭാവം, നുണ പറയാനുള്ള ഒരു സ്വഭാവത്തിനെ മാറ്റിയെടുത്തത്, അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. റെഡി? അപ്പോൾ പെൻസിൽ എല്ലാം റെഡി അല്ലേ? सब लोग रेडी है ना? तो शुरू करें हम लोग. ओके. उस समय मैं 16 बरस का था. ദാറ്റ് ടൈം, ആ സമയത്ത് ഞാൻ 16 ബറസ് 16 വയസ്സായിരുന്നു എനിക്ക്. കിസ്കോ? അരുൺ ഗാന്ധിക്കോ. യഹാ മേ കോൺ ഹെ? അരുൺ ഗാന്ധി ഹെ. അരുൺ ഗാന്ധിന്റെ എന്തൊക്കെ ലൈഫിൽ നടന്ന ഇൻസിഡന്റ് ആണല്ലോ എഴുതുന്നത്. तो यहाँ मैं कौन है? അരുൺ ഗാന്ധി. ഓക്കെ. और अपने माता पिता के साथ, അച്ഛൻ അമ്മയുടെ കൂടെ ദക്ഷിൺ അഫ്രിക്ക മീൻസ് സൗത്ത് ആഫ്രിക്ക. സൗത്ത് ആഫ്രിക്കയെ ഡർബൻ, സൗത്ത് അഫ്രിക്കയിലെ ഒരു പ്ലേസിന്റെ പേരാണ് ഡർബൻ. ഡർബൻ മേ കരീബ് മീൻസ് ഓൾമോസ്റ്റ് 18 മൈൽ ദൂരെ एक ആശ്രം മേ रहता था. ഒരു ആശ്രമിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത് അച്ഛനമ്മയുടെ കൂടെ. आश्रम को, आश्रम ने मेरे दादाजी मतलब मुत्तशन, അച്ഛന്റെ അച്ഛൻ. उसको हिंदी में क्या बोलते हैं? दादाजी. अപ്പൊ नानाजी നിങ്ങൾ കേട്ടിട്ടുണ്ടോ? नानाजी मतलब क्या है? नानाजी मतलब मम्मी, तुम्हारी जो मदर है उनके फादर को हिंदी में क्या बोलते हैं? नानाजी. और जो फादर के जो फादर है, അച്ഛന്റെ അച്ഛൻ എന്താ പറയാ? दादाजी. तो अरुण गांधी के जो फादर है, मणिलाल गांधी के पिताजी हैं മഹാത്മാഗാന്ധി. സോ യു ഓൾ നോ ദാറ്റ് നോ, മഹാത്മാഗാന്ധി കുറച്ച് വർഷം വരെ സൗത്ത് ആഫ്രിക്കയിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ അവിടെ ഒരു ആശ്രമം കെട്ടിയിട്ടുണ്ടായിരുന്നു. ആ ആശ്രമിലാണ് ഇപ്പോൾ ഇവര് താമസിക്കുന്നത്. യഹാ തക് സബ്കോ സമജ് മേ ആ ഗയാ? എനി കൺഫ്യൂഷൻ? നത്തിങ്? ഓക്കെ. ആശ്രം കോ മേരെ ദാദാജി മഹാത്മാഗാന്ധിനെ സ്ഥാപിത് കിയാ था. സ്ഥാപിത് മീൻസ് സ്ഥാപന ചെയ്തിട്ടുണ്ടായിരുന്നു, ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ആശ്രം ദൂർ ദരാജ് കെ ഇലാക്കെ. ദൂർ ദരാജ് മീൻസ് ദൂരെ, നല്ല ദൂരെ. ഇലാക്ക പ്ലേസ്, ഭയങ്കര ദൂരെയായിരുന്നു. ടൗണ് നല്ല ദൂരെ, റിമോട്ട് ഏരിയയിലായിരുന്നു വീട്, അവരെ ആശ്രമം താമസിച്ചിട്ടുണ്ടായിരുന്നത്. വഹാ ദൂർ തക്, ഈ താമസിക്കുന്ന സ്ഥലത്ത് ദൂരെ ദൂരെ ബസ് ഗന്നെ കെ ഖേത് थे. വാട്ട് ഈസ് ഗന്ന? ഷുഗർ കേൻ. കരിമ്പിന്റെ ഖേത്, കൃഷി. ആകെ അതിന് മാത്രം, വയൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ആൾ താമസമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഡർബൻ സിറ്റിന്ന് 18 മൈൽ ദൂരെയാണ് ഈ സ്ഥലം. അപ്പൊ അത്രയും ലോൺലി ഏരിയ ആണത്. അവിടെ വീടുകളൊന്നുമില്ല, വെറും ഈ കരിമ്പിന്റെ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ്. ഷെഹർ സെ ബഹുത് ദൂർ രഹനെ കെ കാരണം, ടൗണിൽ നിന്ന് നല്ല ദൂരെ ആയ കാരണം കൊണ്ട് വഹാ ഹമാരാ കോയി പടോസി നഹീ ഥാ. പടോസി മീൻസ് ക്യാ ഹെ? നെയ്ബേഴ്സ്. ആര്? നെയ്ബേഴ്സിൽ. ടൗണിൽ നല്ല ദൂരെ ആയ കാരണം കൊണ്ട് ആൾ താമസം ഒന്നും ഉണ്ടായിരുന്നില്ല അവിടെ. അപ്പൊ ഇവരെ ഈ ആശ്രമിന്റെ അടുത്ത് വീടുകളൊന്നുമില്ല, നെയ്ബേഴ്സ് ആരും ഇല്ല. അപ്പൊ ആരുമില്ല, നെയ്ബേഴ്സ് ആരും ഇല്ല. यहाँ तक समझ में आ गया आप लोगों को? इसीलिए दैट्स वाई, അത് കാരണം കൊണ്ട് मैं और मेरी 2 बहनें 2 sisters हमेशा ऑलवेज शहर जाने के, ടൗണിലേക്ക് പോകാനുള്ള ഇന്തസാർ മേ രഹത്തി. വട്ട് ഇസ് ഇന്തസാർ? കാത്തിരിപ്പ്, വെയിറ്റ് ചെയ്തോണ്ടിരിക്കും. എപ്പോ ടൗണിൽ പോകാനുള്ള ഒരു അവസരം കിട്ടുമോ പറഞ്ഞ് കാത്തിരിക്കും. ക്യൂ? വഹാ കോയി നെയ് ഹെ, അടുത്തൊന്നും ആൾക്കാരില്ല, ഫ്രണ്ട്സ് നെയ് ഹെ, നെയ്ബേഴ്സ് നെയ് ഹെ, ഇവൻ ആൾക്കാർ വരെ ആരും കാണാൻ പറ്റാത്തൊരു സ്ഥലമായിരുന്നു. അത് കാരണം കൊണ്ട് ഇവർക്ക് ടൗണിൽ പോകാൻ ഭയങ്കര എന്നും ഇഷ്ടമാണ്, കാത്തിരിക്കും. എന്തെങ്കിലും ഒരു അവസരം കിട്ടിയിട്ട് ടൗണിലേക്ക് പോകണമല്ലോ, അങ്ങനെ കാത്തിരിക്കും. ഓക്കെ. हम शहर जाने के हर मौके की तलाश में रहते. ടൗണിലേക്ക് പോകാനുള്ള ഹർ മോക്ക, മോക്ക മത്ലബ് ക്യാ ഹെ? അവസരം. അവസരത്തിന് വേണ്ടി തലാഷ് മീൻസ് സെർച്ച്. ഒരു അവസരം കാത്തിരിക്കുകയാണ്, സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാൽ ടൗണിലേക്ക് പോകാലോ. അപ്പൊ ആ ഒരു അവസരത്തിന് വേണ്ടി എന്നും കാത്തിരിക്കുകയാണ്. ഓക്കെ. ജിസ്സെ എന്തിനാണ്? വൈ क्यों हमेशा टाउन जाने के लिए हमेशा उसके लिए तलाश में रहते थे? क्यों? क्योंकि जिससे हम अपने मित्रों से मिल सके, फ्रेंड्स ने കാണാനും, और साथ ही वहां के सिनेमा घर. व्हाट इज सिनेमा घर? थिएटर. सिनेमा घर मतलब थिएटर में फिल्म देख सके, മൂവി പോയി കാണാനും കാത്തിരിക്കും.
ദാറ്റ്സ് വൈ അവരെന്നും ടൗണിലേക്ക് പോകാൻ ഒരു അവസരം ഇങ്ങനെ കാത്തിരിക്കണം. അങ്ങനെ കണ്ടാൽ കിട്ടിയാൽ, സമയം കിട്ടിയാൽ ഫ്രണ്ട്സിനെ എല്ലാം കാണാം, അതേപോലെ മൂവി കാണാം. അപ്പൊ അവർക്ക് ടൗണിൽ പോകാൻ ഭയങ്കര ഇഷ്ടമായി. यहाँ तक सबको समझ में आ गया फर्स्ट पैराग्राफ? ओके, नाउ हम लोग सेकंड पैराग्राफ शुरू करते हैं. एक दिन, ഒരു ദിവസം, പിതാജി ने मुझसे कहा, അച്ഛൻ എന്നോട് പറഞ്ഞു. ആരാണ് അരുൺ ഗാന്ധിയുടെ അച്ഛൻ? മണിലാൽ ഗാന്ധി. അച്ഛൻ പറഞ്ഞു कि मैं उन्हें कार में शहर में ले जाऊं, കാറിലേക്ക് ടൗണിലേക്ക് കൊണ്ടുപോകും. उनकी वहां पूरे दिन की एक मीटिंग थी. ഹോൾ ഡേ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആർക്ക്? മണിലാൽ ഗാന്ധി. മുझे ऐसे ही मौके की तलाश थी. എനിക്ക് ഇങ്ങനെ ഒരു അവസരത്തിന് കാത്തിരിക്കണം. ഒരു ഡേ, ഫുൾ ഡേ അടിച്ചു പൊളിക്കാനുള്ള, ടൗണിൽ പോയിട്ട് അങ്ങനെ ഒരു ദിവസത്തിന് കാത്തിരിക്കണം. तो उसको बहुत खुशी हुई, आज फुल डे मिलेगा उसको टाउन में. क्योंकि मैं शहर जा रहा था, ടൗണിലേക്ക് പോകണു, അത് കാരണം കൊണ്ട് മാനെ, അമ്മ, മുझे സാമാൻ ലാനെ സെ, സാമാൻ വീട്ടിന്റെ ആവശ്യത്തിന് സാധനങ്ങൾ, ബിക്കോസ് അവിടെ കടകളൊന്നുമില്ലല്ലോ. അപ്പൊ ടൗണിൽ പോകുമ്പോൾ വീട്ടിന് എന്തൊക്കെ ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരണം. അപ്പോൾ ഇവൻ പോണു, അരുൺ ഗാന്ധി പോണു, അത് കാരണം കൊണ്ട് വീട്ടിന് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ലാനേക്ക് ഏക് ലംബി ലിസ്റ്റ്. ലംബി ലിസ്റ്റ് മത്ലബ് ക്യാ ഹേ? വലിയ ലിസ്റ്റ്, വീട്ടാവശ്യമുള്ള സാധനങ്ങളെ ലിസ്റ്റ് thamaദിയ. വട്ട് ഈസ് thamaന? പിടിപ്പിച്ചു കൊടുത്തു, കയ്യിൽ കൊടുത്തു. ഷെഹർ മേ മുझे പൂരാ ദിൻ ബിതാനാ था. ആ ടൗണില് ഹോൾ ഡേ എനിക്ക് സ്പെൻഡ് ചെയ്യണമെന്നായിരുന്നു. इसीलिए पिताजी ने मुझसे वहां कई बकाया कामों को पूरा करने को कहा. അപ്പൊ ഹോൾ ഡേ ടൗണിൽ തന്നെ ഇരിക്കണമല്ലോ. ഇസീലിയെ പിതാജി നെ മുझे, അച്ഛൻ എന്നോട് കുछ ബക്കായ കാം, വട്ട് ഇസ് ബക്കായ? ബാക്കി കാര്യങ്ങൾ, കുറച്ച് ഇൻകംപ്ലീറ്റ് ബാക്കി കാര്യങ്ങളെല്ലാം പൂരാ കർനെ കോ കഹ, കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇസ്മേ കാർ കി സർവീസിംഗ് ഭി ഷാമിൽ തി. ഈ കാര്യത്തിന്റെ ലിസ്റ്റില് ഒരു മെയിൻ ഇമ്പോർട്ടന്റ് കാര്യം കാർ കി സർവീസിംഗ്, കാറിനൊന്ന് ക്ലീൻ ചെയ്യാനും സർവീസ് വർക്ക്ഷോപ്പിൽ കൊടുക്കാനും ആ ഒരു വർക്ക് കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മകനും കൂടി എവിടേക്ക് പോയി? ടൗണിലേക്ക്. यहाँ तक सबको समझ में आ गया? मैंने पिताजी को मीटिंग की जगह पर छोड़ा. ഞാൻ അച്ഛനെ ആ മീറ്റിംഗിന്റെ പ്ലേസിലേക്ക് വിട്ടു. എവിടെയായിരുന്നു മീറ്റിംഗ്? അവിടെ വിട്ടു. उन्होंने मुझे 5 बजे वहां आ जाने को कहा. 5 മണിക്ക് നീ ഇവിടെ തന്നെ വരണം അങ്ങനെ പറഞ്ഞിട്ട് അച്ഛൻ അവനെ അയച്ചു. ഇനി കുറച്ച് വർക്കുകൾ ഉണ്ടല്ലോ, സാധനങ്ങളെല്ലാം മേടിക്കണമല്ലോ. അപ്പോൾ ആ സ്ഥലം വിട്ട സ്ഥലത്ത് പറഞ്ഞു ഇവിടെ 5 o'clock എത്തണം. ബത്തായെ ഗയ കാം, ആ പറഞ്ഞ കാര്യങ്ങൾ ലിസ്റ്റ് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ബത്തായെ ഗയ കാമോ കോ ഫട്ടാഫട്ട്. വട്ട് ഇസ് ഫട്ടാഫട്ട്? പെട്ടെന്ന്, വേഗം വേഗം. നിപ്റ്റാനെ കെ ബാദ്, നിപ്റ്റാന കംപ്ലീറ്റ് ചെയ്തിട്ട് മേ ഝട്ട് സെ, ഝട്ട് പറഞ്ഞ പെട്ടെന്ന്, സിനിമാ ഘർ മേ ഘുസ് ഗയ, തിയേറ്ററിലേക്ക് കയറിപ്പോയി. ഘുസ് ഗയ, കയറി. വേഗം വേഗം പണിയെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് സിനിമ ഘർ, മൂവി കാണാൻ കയറി. വഹാ, അവിടെ ജോൺ ബെൻ ആ കാലഘട്ടത്തിൽ ഒരു ഫേമസ് ആക്ടറാണ്. അവരുടെ ജോൺ ബെൻ കി ഏക് ദിൽചസ്പ്, വട്ട് ഇസ് ദിൽചസ്പ്? ഇൻട്രസ്റ്റിംഗ്. ഫിലിം ദേഖ്തേ ദേഖ്തേ, മൂവി കണ്ട് കണ്ട് സമയ കാ ബിൽക്കുൽ ധ്യാൻ നഹീ രഹാ, സമയം അങ്ങനെ പോയത് അറിഞ്ഞില്ല. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മൂവി ആയിരുന്നു. അപ്പോൾ ആ സമയം അറിഞ്ഞതേ ഇല്ല എങ്ങനെ പോയെന്ന്. അത് അങ്ങനെ കണ്ടു. और जब ध्यान आया, ശ്രദ്ധിച്ചപ്പോഴോ, ഓർത്തു, എത്ര മണിയായി നോക്കിയ വാച്ച് നോക്കിയപ്പോ ക്യാ ഹുവാ? തബ് തക് ഷാം കെ 5:30 ബജ ചുക്കെ थे. വൈകുന്നേരം എത്ര മണിയായി? 5:30. വട്ട് ഇസ് 5:30? 5:30. और पिताजी ने कितने बजे आने को कहा था? 5 बजे. 5 മണിക്കാണ് വരാൻ പറഞ്ഞത്. and now time is 5:30. मैं झटपट, ഞാൻ പെട്ടെന്ന് ഗാരേജ് പहुंचा. ഗാരേജ് വർക്ക്ഷോപ്പ്, ഗാരേജിൽ എത്തി. वहां से कार लेकर, അവിടുന്ന് ആ കാർ എടുത്തിട്ട് ജബ് मैं पिताजी के पास पहुंचा, അച്ഛന്റെ അടുത്ത് എത്തിയപ്പോ തബ് തക്, അപ്പോ ഷാം കെ 6 ബജ ചുക്കെ थे. ഈവനിങ് എത്ര മണിയായി? 6 o'clock. അച്ഛൻ 5 o'clock വരാൻ പറഞ്ഞു. ഇവൻ എത്തിയത് എത്ര മണിക്ക്? 6 o'clock. പിതാജി ബേസബ്രി പറഞ്ഞ ഭയങ്കര ആൻഷ്യസ്ലി, ഭയങ്കര ആകെ ടെൻഷനും, അങ്ങനെ എന്താ സംഭവിച്ചത് ആ ഒരു അങ്ങനെ ഒരു സിറ്റുവേഷനിലായിരുന്നു അച്ഛൻ. ബേസബ്രി സെ മേരാ ഇന്തസാർ കർ രഹേ ഥേ, എന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി? ആകാംക്ഷയോടെ.
उन्होंने उत्सुकता पूर्वक मतलब एंशियसली അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി എന്ന് ചോദിച്ചു. पूछा तुम लेट क्यों हो, നീ എന്തിനാണ് ലേറ്റ് ആയത്. उन्हें ये बताते हुए मुझे शर्म आई, എനിക്ക് അച്ഛൻ്റെ അടുത്ത് പറയാൻ ഒരു നാണക്കേട്. शर्म मतलब क्या है, शेम തോന്നി कि मैं जॉन बेन की एक पश्चिमी फिल्म देख रहा था. ജോൺ ബെന്നിന്റെ ഒരു പശ്ചിമി ഫിലിം മത്ലബ് ക്യാ ഹെ, വെസ്റ്റേൺ മൂവി, ഇംഗ്ലീഷ് മൂവി കണ്ടോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ജോൺ ബെന്നിന്റെ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടോണ്ടിരിക്കാൻ ഉണ്ടായിരുന്നു. അത് പറയാനൊരു നാണക്കേട് അച്ഛൻ്റെ അടുത്ത്. പണ്ട് കാലത്ത് ഇംഗ്ലീഷ് മൂവി അങ്ങനെ പാരൻസ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യില്ല, ആ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അച്ഛൻ്റെ അടുത്ത് സത്യം പറയാതെ നുണ പറഞ്ഞു. ഞാൻ മീൻസ് അങ്ങനെ മൂവി കാണാൻ പോണു എന്ന് ആ കാര്യം പറയാതെ ഒരു നുണ പറഞ്ഞു. എന്ത് നുണ പറഞ്ഞു? ഇസീലിയെ मैंने कह दिया, ഞാൻ പറഞ്ഞു कि कार तैयार नहीं थी इसीलिए मुझे वहां देर हो गई. ആ വർക്ക്ഷോപ്പിൽ കാർ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് തയ്യാർ नहीं थी, അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, മീൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല, അത് കാരണം കൊണ്ടാണ് ഞാൻ ലേറ്റ് ആയത്. നുണ പറഞ്ഞു. ഇംഗ്ലീഷ് മൂവി കാണാൻ പോയി എന്ന് പറയാൻ നാണക്കേട് കാരണം കൊണ്ട് നുണ പറഞ്ഞു. ഞാൻ കാർ ശരിയാകാത്ത കാരണം കൊണ്ടാണ് വൈകിയത്, ആ കാറിന്റെ വർക്ക്ഷോപ്പിലായിരുന്നു ഞാനെന്ന് ആര് പറഞ്ഞു? अरुण गांधी. यहाँ तक सबको समझ में आ गया बच्चों? क्या हुआ? तो अब हम यहाँ तक लेते हैं और सेकंड में जो सेकंड इसका जो भाग होगा उसमें हम लोग ये चैप्टर कंप्लीट करेंगे. तो यहाँ सबको समझ में आ गया. तो आप लोगों को एक क्वेश्चन है यहाँ. वह झूठ बोला, नोण പറഞ്ഞു, कार तैयार नहीं थी, कार തയ്യാറായിരുന്നില്ല, इसीलिए देर हो गई, അതാണ് ലേറ്റ് ആയത്. इस तरह झूठ बोलना क्या सही है? ഇങ്ങനെ നുണ പറയുന്നത് ശരിയാണോ? ക്യൂ, വൈ? സോ ദിസ് ഈസ് യുവർ ഹോംവർക്ക്. ഇങ്ങനെ നുണ പറഞ്ഞു, കാർ ശരിയായിട്ടില്ല, അതാണ് ഞാൻ വൈകിയത്, പക്ഷെ ആക്ച്വലി മൂവി കാണുക കാരണം കൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ ഇങ്ങനെ നുണ പറയുന്നത് ശരിയാണോ? അങ്ങനെ ശരിയാണെങ്കിൽ അതിന്റെ റീസൺ പറയൂ, തെറ്റാണെങ്കിൽ അതിന്റെ റീസൺ പറയൂ. ആൻഡ് ജസ്റ്റ് സെൻഡ് മീ. ഓക്കെ, സെൻഡ് മീ ഇൻ മൈ വാട്സ്ആപ്പ് നമ്പർ. ഓക്കെ സ്റ്റുഡൻസ്, യു ആർ അണ്ടർസ്റ്റാൻഡിങ് നോ? ഹിന്ദി എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചറെ അടുത്ത് ക്ലിയർ ചെയ്യുക. കുറേ കുട്ടികൾ ചോദിക്കാറുണ്ട്, ചില കുട്ടികൾ മടിച്ചിട്ടാണ് തോന്നുന്നു ചോദിക്കാറില്ല. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചറെ അടുത്ത് അത് ക്ലിയർ ചെയ്യുക. ഓക്കെ, ബൈ.